നമസ്കാരം. എല്ലാവർക്കും ശ്രീകൃഷ്ണ കൃപാ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നിങ്ങളുടെ മനസ്സിൽ ഒരു ചിന്ത ഉണർത്താൻ വേണ്ടിയിട്ട് ഞാനൊരു വിഷയം പറയാൻ പോവുകയാണ്. അതിനെപ്പറ്റി ഒന്ന് ചിന്തിച്ച് നോക്കുക. അതായത്, നിങ്ങൾ ഏത് മത വിഭാഗത്തിൽപ്പെട്ടവരായാലും ശരി, ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഏതെങ്കിലും തരത്തിലുള്ള വ്രതാനുഷ്ഠാനങ്ങൾ പാലിച്ചിട്ടുണ്ടാകും. അതിനെ ഹിന്ദുമതമോ ക്രിസ്ത്യൻ മതമോ ഇസ്ലാം മതമോ ഏതോ ആയിക്കൊള്ളട്ടെ, ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഒരിക്കലെങ്കിലും ഒരു വ്രതം അഥവാ നോയമ്പെന്നോ അനുഷ്ഠാനമെന്നോ എന്ത് വേണോ പറയാം, അങ്ങനെ ഒരു വ്രതം പിടിച്ചിട്ടുണ്ടാകും. എന്തിനാണ് നിങ്ങൾ വ്രതം പിടിക്കുന്നത് എന്ന് നമ്മൾ അവരോട് ചോദിക്കുകയാണെന്ന് കരുതുക. എന്തായിരിക്കും അവരുടെ മറുപടി? തീർച്ചയായിട്ടും അവർ പറയുന്നത് ഏതെങ്കിലും ഒരു കാര്യം സാധിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു ആവശ്യത്തിന് വേണ്ടി. അതല്ലാതെ സ്വന്തം മനസ്സിൻ്റെ ശുദ്ധിക്ക് വേണ്ടി, അല്ലെങ്കിൽ സ്വന്തം ആത്മാവിൻ്റെ ശുദ്ധിക്ക് വേണ്ടി വ്രതം പിടിക്കുന്ന എത്ര പേരുണ്ടാകും? വ്രതം എന്ന് പറയുന്നത് വിശുദ്ധിയെ പ്രദാനം ചെയ്യുന്നു എന്നാണ്. ആ വിശുദ്ധി പഞ്ചവിശുദ്ധിയാണ്. എന്ന് പറഞ്ഞാൽ, പഞ്ചവിശുദ്ധി എന്ന് പറയുമ്പോൾ ശരീരശുദ്ധിയും ആഹാരശുദ്ധിയും മാത്രം പോരാ. വാക്ക്, ചിന്ത, പ്രവൃത്തി, ഈ മൂന്നിലും വിശുദ്ധി ഉണ്ടാകണം. വ്രതം എന്ന് പറയുന്നത് വിശുദ്ധിയെ പ്രദാനം ചെയ്യുന്നു എന്നാണല്ലോ പറയുന്നത്. അപ്പോൾ അതിന് തക്കവണ്ണമുള്ള നിയമങ്ങളും നിയന്ത്രണങ്ങളും പാലിക്കുമ്പോഴാണ് ശരിക്കും വ്രതത്തിൻ്റെ ഫലങ്ങൾ കിട്ടിത്തുടങ്ങുക. ഒരിക്കലും ഫലം ഇച്ഛിച്ചുകൊണ്ട് ഒരു വ്രതവും എടുക്കരുത്. ഏതാണോ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയുടെ അനന്തരമായിട്ട് നമുക്ക് കിട്ടേണ്ടുന്ന എന്തെങ്കിലും പുണ്യമുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് നമ്മളിലേക്ക് തന്നെ എത്തിച്ചേരും. പക്ഷേ അതിലേക്ക് നമ്മൾ എത്തിച്ചേരണമെങ്കിൽ മനുഷ്യൻ്റെ മനസ്സിനും ശരീരത്തിനും വേണ്ട ചില പരിശീലനങ്ങൾ അത്യാവശ്യമാണ്. സത്യത്തിൽ മനുഷ്യനെ പട്ടിണിക്കിടലല്ല വ്രതത്തിൻ്റെ ഒന്നും ഉദ്ദേശം. എല്ലാ വ്രതത്തിനും അതിൻ്റേതായ പ്രാധാന്യമുണ്ട്. വ്രതവിശുദ്ധി നേടാനായിട്ട് അന്നപാനീയങ്ങൾ വർജിച്ചാൽ മാത്രം പോരാ. നമ്മുടെ വാക്കും ചിന്തയും പ്രവർത്തനവും എല്ലാം തന്നെ നിയന്ത്രിക്കണം. ഏത് പ്രതിസന്ധിയിലും പിടിച്ചു നിൽക്കാനുള്ള മനക്കരുത്ത് നേടാൻ വ്രതത്തിലൂടെ കഴിയും. രഹസ്യമായും പരസ്യമായും വിശുദ്ധി കാത്തു സൂക്ഷിക്കാനുള്ള പാഠം വ്രതങ്ങൾ നമുക്ക് നൽകുന്നുണ്ട്. ഒരാൾ യഥാർത്ഥത്തിൽ വ്രതം അനുഷ്ഠിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് അയാൾക്കും ദൈവത്തിനും മാത്രമേ അറിയാവൂ. ഇതാണ് മറ്റ് ആരാധനകളിൽ നിന്ന് വ്രതത്തിനുള്ള സവിശേഷതയും. അതുമാത്രമല്ല, മറ്റൊരു കാര്യം, വാക്ക്, മനോ, കായ ശുദ്ധി അത് ഏറ്റവും അത്യാവശ്യമാണ്. വാക്കുകൊണ്ട് പോലും മറ്റൊരാളിനെ പരദൂഷണം പറയാനോ അപവാദം പറയാനോ ഒരു വിശ്വാസി ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് വ്രതമെടുത്തിരിക്കുന്ന സമയങ്ങളിൽ നാവുകൊണ്ട് മറ്റുള്ളവരെ ദുഷിച്ച് സംസാരിക്കാതിരിക്കുക. കഴിയുമെങ്കിൽ മൗനവ്രതമാണ് ഏറ്റവും ഉചിതം. അതുകൊണ്ടാണ് ഏകാദശി വ്രതമൊക്കെ എടുക്കുമ്പോൾ കഴിയുന്നതും മൗനവ്രതം ആചരിക്കുക എന്നൊക്കെ പറയുന്നത്. ഏതൊരു വ്രതത്തിൻ്റെയും ഏറ്റവും നല്ലൊരു മാർഗം, വ്രതം നമ്മുടെ മനസ്സിനെ ശുദ്ധീകരിക്കണമെങ്കിൽ അതിന് ഏറ്റവും പറ്റിയൊരു മാർഗം നമ്മളെല്ലാത്തിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കുകയാണ്. ആ സമയത്ത് നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കാൻ ഏറ്റവും നല്ലത് മറ്റുള്ളവരോട് സംസാരത്തിന് പോകാതെ നമ്മുടെ നാവിനെ ആദ്യം കൺട്രോൾ ചെയ്യുക. ആ നാവിനെ കൺട്രോൾ ചെയ്യുന്നതിലൂടെ നമുക്ക് വാക്കിൻ്റെ ശുദ്ധി, ഒപ്പം തന്നെ മനസ്സിന് ശുദ്ധി. നമ്മൾ സംസാരിക്കുമ്പോഴാണല്ലോ നമ്മുടെ മനസ്സ് കലുഷിതമാകുന്നത്. അതിൽ നിന്ന് അപ്പോഴാണല്ലോ നമ്മുടെ ചിന്തകളും കലുഷിതമാകുക. അപ്പോൾ ഇതെല്ലാം ഒരാൾ മറ്റൊരാളിനെ പറ്റി പരദൂഷണം പറയുന്ന സമയത്ത് നമ്മുടെ നാവും മനസ്സും ചിന്തകളും എല്ലാം മലിനപ്പെടുകയാണ്. അങ്ങനെയുള്ള സമയത്ത് ആ നിയന്ത്രണം എന്ന് പറയുന്നത് വളരെ അത്യാവശ്യമാണ്. അതുകൊണ്ട് തന്നെ ഒരു കാര്യം മനസ്സിലാക്കുക, സ്വന്തം നാവിനെ നിയന്ത്രിക്കാതെ ആഹാരം വെടിഞ്ഞ് പട്ടിണി കിടന്ന് ശരീരത്തെ ക്ഷീണിപ്പിക്കുന്നതല്ലാതെ അതുകൊണ്ട് എന്തെങ്കിലും ഫലമുണ്ടെന്ന് ഒരിക്കലും കരുതരുത്. നിങ്ങളുടെ
വ്രതം പരിപൂർണമാകണമെങ്കിൽ ഏറ്റവും ആദ്യം വേണ്ടത് നിങ്ങളുടെ നാവിനെ നിയന്ത്രിക്കുകയാണ്. എന്നാൽ മാത്രമേ പൂർണ്ണമായും നിങ്ങൾക്ക് ഈശ്വരനിലേക്ക് എത്താൻ സാധിക്കൂ. നന്ദി, നമസ്കാരം.